ഹായ് അസ്സലാമു അലൈക്കും. ബ്രെഡ് കൊണ്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ വാനില സോസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 6 സ്ലൈസ് ബ്രെഡ്, അത്യാവശ്യം വലിയ ബ്രെഡാണ്, അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് പിച്ചിയെടുത്താലും മതിയാവും. ഒരു ബൗളിൽ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. 3.5 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പൊടി പൊടിയായി കിട്ടും. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ജാതിക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി പുഡിംഗ് ബേക്ക് ചെയ്യാനായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാത്രം എടുക്കാം. ഡയറക്റ്റ് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ പകുതി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന ബ്രെഡും അതുപോലെ തന്നെ കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായി ബാക്കിയുള്ള എഗ്ഗിൻ്റെ കൂട്ട് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ റൗണ്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി പുഡിങ്ങിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കണം. ഡയറക്റ്റ് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ താഴെ വേറൊരു പാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. 30 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടി എക്സ്ട്രാ ഒന്ന് വെക്കാം. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടെ കളർ വേണമെന്നുള്ളവർക്ക് വേറൊരു പാനിലോട്ട് ഇത് ഫ്ലിപ്പ് ചെയ്ത് ഒന്ന് ഗോൾഡൻ കളർ ആക്കിയെടുക്കാം. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നല്ല തണുത്ത ക്രീമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വാനില സോസിൻ്റെ കൂടെയോ കഴിക്കാം. അല്ലെങ്കിൽ 5 hours ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് എനിക്കിത് കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള വാനില സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ഫുൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചെറിയ തീയിലാണ് നമ്മൾ ഇത് ചൂടാക്കിയെടുക്കേണ്ടത്. ഈ കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ബ്രെഡ് പുഡിങ്ങിൻ്റെ കൂടെ ഈ സോസും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ ഈദിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.